ടോം മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഔറംഗസേബ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ടോമെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മുങ്ങി രാജ്യം വിട്ട് ദുബായിൽ ഉള്ള ഈ പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ട ഇപ്പോൾ മറ്റൊരു ദൗത്യവുമായിട്ടാണ് ദുബായിൽ എത്തിയിരിക്കുന്നത്. അവിടെ സ്വർണ്ണക്കടത്ത് തന്നെയാണ് ലക്ഷ്യം. അതിന് പിന്നിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഒരു സിനിമാ നടനാണ് എന്ന കാര്യം കൃത്യമായി ഈ ഔറംഗസേബ് പറയുന്നുണ്ട്. നമുക്ക് എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കണം ഈ നീക്കങ്ങളെ, അല്ലെങ്കിൽ ഔറംഗസേബ് പറയുന്ന കാര്യങ്ങളെ? നമുക്കൊരു പരിധിവരെയും വിശ്വസിക്കേണ്ടി വരും സജിത്ത്. കാരണം ഈ ഔറംഗസേബിന് ഈ പെരുമ്പാവൂർ അനസുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട്. ആദ്യം ഔറംഗസേബ് തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നീട് തമ്മനം ഫൈസലുമായി ഉടക്കിപ്പിരിഞ്ഞ് ആണ് ഈ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനൊപ്പം ചേരുന്നത്. അങ്ങനെ പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്ന ഒരു വ്യക്തിയാണ്. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂർ അനസും ഔറംഗസേബും തമ്മിലുള്ള ബന്ധം. കാരണം പെരുമ്പാവൂർ അനസ് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഔറംഗസേബും പെരുമ്പാവൂർ അനസും ഉൾപ്പെടുന്ന സംഘമായിരുന്നു ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത്. ഗുണ്ടാ നേതാവ് ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷിയാസ് കരീമിന്റെ ബന്ധം, അതോടൊപ്പം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഔറംഗസേബ് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ സമീപകാലത്താണ് ഈ പെരുമ്പാവൂർ അനസിന് ഒരു സാമ്പത്തിക ആരോപണം ഉയർന്നു വന്നത്. പെരുമ്പാവൂർ അനസിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുമായി പെരുമ്പാവൂർ അനസിന് ബന്ധമുണ്ട്. മാത്രമല്ല LJPയുടെ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള LJPയുടെ യുവജന സംഘടനയുടെ ദേശീയ ഭാരവാഹിയായിരുന്നു ഒരു 3 വർഷം മുൻപ് പെരുമ്പാവൂർ അനസ്. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ദേശീയ തലത്തിൽ പോലും രാഷ്ട്രീയ സ്വാധീനമുണ്ട്. പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ച് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെടുന്നത്. ഇപ്പോൾ ഈ പെരുമ്പാവൂർ അനസ് കേരളം വിട്ടിരിക്കുന്നത്, അതായത് ദുബായിലേക്ക് കടന്നിരിക്കുന്നത് 25 കോടിയിലധികം രൂപയുമായിട്ടാണ്. അതായത് നിരവധി ആളുകളെ ട്രേഡിംഗിന്റെ പേരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളിൽ നിന്നും പണം തട്ടിയാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടിരിക്കുന്നതെന്നാണ് ഔറംഗസേബ് വെളിപ്പെടുത്തുന്നത്. അവിടെ ഈ വിദേശത്ത് ചെന്നിട്ട്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് പെരുമ്പാവൂർ അനസ് ഉൾപ്പെടുന്ന ഒരു സംഘം, അതായത് ഷിയാസ് കരീം, പെരുമ്പാവൂർ അനസ് ഉൾപ്പെടുന്ന സംഘം ദുബായിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മം തന്നെ നിർവഹിച്ചത് നടി ശ്വേത മേനോൻ ആയിരുന്നു. അതിന്റെയൊക്കെ ഈ ബന്ധം, ഈ ലിങ്ക്, അത് ഷിയാസ് കരീമാണ് പെരുമ്പാവൂർ അനസും മറ്റ് സിനിമാ മേഖലകളുമായി ബന്ധമൊരുക്കുന്നതെന്ന് ഔറംഗസേബ് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ശ്വേതാ മേനോൻ, ഷിയാസ് കരീം, ശ്വേതാ മേനോൻ ഉൾപ്പെടുന്നവർ പെരുമ്പാവൂർ അനസിന്റെ പുതിയൊരു സ്ഥാപനം ദുബായിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ വീഡിയോ പുറത്തു വന്ന ശേഷം ഇപ്പോൾ ദുബായ് വിട്ടിരിക്കുകയാണ്. അതായത് ദുബായിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ് പെരുമ്പാവൂർ അനസ് എന്നാണ് ഔറംഗസേബ് പറയുന്നത്. എന്തായാലും ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ തട്ടിപ്പ് കേസുകൾ, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നമ്മുടെ കേന്ദ്രത്തിലെയും കേരളത്തിലെയും അന്വേഷണ ഏജൻസികൾക്ക് കടക്കേണ്ടി വരും. കാരണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തി, ഇതുവരെയും പുറത്തുവരാത്ത പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. സിനിമാ മേഖലകളിലേക്കും രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കും ഒക്കെ ഒരുപക്ഷെ ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണവും എത്തേണ്ടിയിരിക്കേണ്ടതാണ്. സജിത്ത്, ടോം, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോകൾ പുറത്തിറക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഒരു പരിധിവരെ പരസ്യമാക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അധോലോക തരത്തിൽ ബന്ധങ്ങളുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നത്? നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ പോലീസ് സംവിധാനം, ഇതൊക്കെ ഉള്ളപ്പോഴും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ്. അവിടെ 2-3 കാര്യങ്ങൾ സംശയിക്കാം. ഒന്ന്, ഒരുപക്ഷെ ഈ നിയമ സംവിധാന, പോലീസ് സംവിധാനങ്ങളുടെ സഹായം അവർക്ക് കിട്ടുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ഇങ്ങനെ പോകും എന്നതാവാം. അതിനുമപ്പുറം ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റ് ചില പ്രധാന വ്യക്തികളോ കേന്ദ്രങ്ങളോ അധികാര കേന്ദ്രങ്ങളോ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കാം. എന്താണ് ഈ അധോലോക സംഘങ്ങളെ ഇത്ര പരസ്യമായി ഇടപെട്ടുകൊണ്ട്, സമൂഹ മാധ്യമങ്ങളിലെ ആ വീഡിയോ അടക്കമാണ് ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്, എങ്ങനെയാണ് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഇത് കൊച്ചിയുടെ മാത്രം ഒരു പ്രതിഭാസമാണോ? ഒരുപക്ഷെ അങ്ങനെ കാണേണ്ടി വരും. കാരണം പുതിയ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലഘട്ടത്തില് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ റീൽസുകൾ, ഗുണ്ടാ നേതാക്കന്മാർ റീൽസുകൾ ഇറക്കുന്നതെന്നാണ് ഔറംഗസേബ് പറയുന്നത്. ഈ റീൽസുകൾ ഇറക്കിയുള്ള പ്രൊമോഷൻ ആരംഭിക്കുന്നത് തന്നെ പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. കാരണം പെരുമ്പാവൂർ അനസിന് കീഴിൽ 300ഓളം യുവാക്കളുണ്ടെന്ന്, 300ഓളം യുവാക്കളുടെ വലിയ ശൃംഖലയുണ്ടെന്ന്
ഔറംഗസേബ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഔറംഗസേബും ഈ പെരുമ്പാവൂർ അനസിനൊപ്പമുള്ള പല റീൽസുകളിലും ഒപ്പമുണ്ട്. അതിന് പിന്നാലെ ഔറംഗസേബിന്റേതായി തന്നെ പല റീൽസുകളുമുണ്ട്. ഔറംഗസേബിന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 27,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. അതിനേക്കാളും വലിയ, അതായത് ഒരു സാധാരണ ഗുണ്ടാ തലവനാണ് ഔറംഗസേബ്. പക്ഷേ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ തലവനായിട്ടുള്ള, കേരളത്തിലെമ്പാടും വലിയ ബന്ധമുള്ള, രാഷ്ട്രീയ നേതാക്കന്മാരുമായും സിനിമാ മേഖലയുമായി ബന്ധമുള്ള പെരുമ്പാവൂർ അനസിനെ സംബന്ധിച്ച് 4 ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കം 4 ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. ഈ മേഖലയിൽ, അതായത് ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ രാജാവെന്നാണ് പെരുമ്പാവൂർ അനസ് അറിയപ്പെടുന്നതും. അതായത് ആ ഒരു പരിവേഷം സ്വയം സൃഷ്ടിച്ചെടുത്തതാണ്, റീൽസുകളിലൂടെ സൃഷ്ടിച്ചെടുത്തതാണ്. അവരുടെ സാധാരണ റീൽസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ 10,000-ലധികം ലൈക്കുകളും മറ്റുമൊക്കെ കാണാൻ കഴിയും. ഇത് കാണാൻ അങ്ങനെയാണ് ഇവർ യുവാക്കളെ ആകർഷിക്കുന്നത്. ഈ രീതിയിൽ ഒരു അധോലോകത്തെ സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ് പെരുമ്പാവൂർ അനസിനെ പോലുള്ള കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കന്മാർ. ഇങ്ങനെ അതുകൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവര് ഈ കുപ്രസിദ്ധി ആർജിച്ചു കഴിയുമ്പോൾ പല വർക്കുകളും അവർക്ക് കിട്ടും. ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വർക്കുകൾ കിട്ടും. സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വർക്കുകൾ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ പ്രൊമോഷന് വേണ്ടിയാണ് ഈ രീതിയിൽ റീൽസുകൾ ഇറക്കുന്നതെന്നാണ് ഈ കാര്യത്തില് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ.